ஹலோ சார், ஐம் கதிர் ஃப்ரம் ஹோம் ப்ராடக்ட்ஸ் பிரைவேட் லிமிடெட். ஒரு 2 மினிட்ஸ் கிடைக்குமா சார்? எங்களோட எல்லா ப்ராடக்ட்ஸ் உங்களுக்கு காட்டுறோம். ஒரு வீட்டுக்கு தேவையான எல்லா ப்ராடக்ட்ஸ் இருக்குது சார். கிச்சன் ப்ராடக்ட்ஸ், கிளினிக் ப்ராடக்ட்ஸ், பாத்ரூம் ப்ராடக்ட்ஸ் காட்டுமா சார்? ரொம்ப டைம் எடுக்க மாட்டேன் சார். ஒரு 2 மினிட்ஸில் காட்டிடுறேன் சார். வேண்டாம் சார் 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 உங்கள் ஒய்ஃப் வந்து கூப்பிடுங்க சார். அவங்களுக்கு இதில் தேவைப்படணும் சார். மேம் இது ஏர்டைட் பெட் ஜார் மேம். சாம்பார் தூள், மல்லித்தூள், பல தூள் இதில் போட்டுக்கலாம் மேம். அண்ட் திஸ் இஸ் ஸ்டெயின்லெஸ் ஸ்டீல் மேம், விச் இஸ் டபுள் கோட்டிங். இது வந்து நாங்கள் 4 பேக்காக கொடுக்குறோம். விச் கம்ஸ் அண்டர் கிரேட் டிஸ்கவுண்ட் மேம். இது பார்த்தீங்கன்னா செராமிக் பவுல் மேம். என்ன டைப் ஆஃப் லிக்விட் வேணால் நீங்கள் போடலாம். ஆனால் எது போட்டாலும் கெட்டு போகவே போகாது. இட்ஸ் அன் அன்பிரேக்கபிள் மெட்டீரியல் மேம். இட் கம்ஸ் அண்டர் கிரேட் டிஸ்கவுண்ட். ஆனால் இது மேம் இது பாருங்க. ഇത് കാർത്തിക് താഴത്തെ ഫ്ലാറ്റിലെയാ. ഓ ഹായ് ആന്റി. ഇയാൾക്ക് ജിമ്മി ഒന്ന് പരിചയപ്പെടണമെന്ന്. ഏത് ജിമ്മി? സാറിന്റെ ഡോഗ്. ഓ അത് എപ്പോൾ വേണേലും ആവാമല്ലോ. എന്നാ ഇപ്പൊ പോവാം. மேம் இந்த ஸ்டெயின்லெஸ் ஸ்டீல் பார்க்குறீங்களா மேம்? நான் ஸ்டிக் பேன். போவாம். சார் 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 நீங்களே அதை தான் வாங்கிக்கோங்க சார், ப்ளீஸ் சார். വാ പോവാം. ഇത് പോതും. ரொம்ப தேங்க்ஸ் மேம். ജിമ്മി ജിമ്മി ഇതിന്റെ പേര് ജിമ്മി എന്നല്ലേ? അയ്യോ പോയി. ഏയ് അത് കളയല്ലേ, പിന്നെ വിളിച്ചാൽ വരില്ല. ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ല. ഇവർക്ക് നമ്മൾ ഇഷ്ടമായുണ്ടല്ലോ, നമ്മൾ എന്ത് പേര് വിളിച്ചാലും ഓടി വരും. പ്രഭാകര What is happening? Oh my god, I need this mask. ഞാൻ ലേശം പ്രിപ്പയർ ആയി തുടങ്ങി. ഇവിടെ മിക്കവാറും കയ്യിൽ പോകുന്ന തോന്നുന്നു. അവനും ലൈൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. I hope you're the next one to come to US soon. Tanya, I'll miss you so much. me too. Take care, okay? So much. I'll call you. ഹായ്. സെയിം ടേബിൾ ആണല്ലോ. അല്ല, ഇതേ ടേബിളിലാണ് ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഇരുന്നത്. ഓ, ഞാൻ വന്നപ്പോൾ ഇതേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. എബി വന്നില്ലേ? ഇല്ല, അവൻ 1 മാസത്തേക്ക് യൂറോപ്പിലേക്ക് പോയിരിക്കുക. ഓ, നിന്റെ പ്രായത്തിലൊരു മോൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു ഈ കല്യാണം നടക്കില്ല മോളെ. എന്നാ വേണമ്മാ? എനിക്ക് ഒരു കോഫി. മമ്മിക്ക് ഹോർലിക്സ് അല്ലേ? ഒരു ഹോർലിക്സ്. ഓക്കെ മാ. ഡാഡി സമ്മതിച്ച് കാണില്ല അല്ലേ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. ഞാൻ നിന്നെ മിസ് ചെയ്യും. ഞാൻ വിചാരിച്ചത് എൻ്റെ മോൻ എന്നെ പോലെയാണെന്നാ. അല്ല, അവൻ അവൻ്റെ ഡാഡിയെ പോലെയാ. നീ അങ്ങോട്ട് വരണ്ട. എൻ്റെ വീട്ടിൽ വന്നാൽ നീ ഒരുപാട് വിഷമിക്കും. നീ വരണ്ട. ആ മറന്നു, അവനൊരു വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞു. വേണ്ട മമ്മി, എനിക്കിങ്ങനെ ഓപ്പണായിട്ട് കഴിഞ്ഞിട്ട് ശീലമില്ല. പിന്നെ ഇതൊക്കെ എനിക്ക് ഇനിയും വരാനുള്ള സ്ഥലമാണ്. ടീ സാപ്പിട്ട് പോ சொல்லுங்கம்மா. നിക്കി മോളെ, എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. നിനക്ക് ടൈം ഉണ്ടെങ്കിൽ എന്നോട് വരാമോ ചെരുപ്പ് വാങ്ങിക്കാൻ? இது ஓகேண்ணா. இது நீங்கள் போட்டு அந்த செருப்பு தான் மேடம்.
എന്തോ അത് മമ്മി ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് അത്. ഓ സോറി ശരി മാഡം എന്റെ സൈസിങ് കിട്ടാതെ കൊച്ചി വാങ്ങാം താങ്ക് യു ആ എബിയുടെ അടുത്ത് ഞാൻ കരഞ്ഞ കാര്യമൊന്നും പറയണ്ട കേട്ടോ, എൻ്റെ ഇമേജ് ഇടിയും. പിന്നെ മമ്മീനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്യും. അത് ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ. വേഗം പോട്ടെ, ഓപ്പണായിട്ട് കറിഞ്ഞ് എനിക്ക് നല്ല ശീലല്ല. ബൈ പോ ബൈ മോളെ. ഭയ പറയാനല്ലേ സൗകര്യം. ഓക്കെ റിലാക്സ്, ആരും കണ്ടില്ല. ആ പോട്ടെ, കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോ ഗ്ലാസ് കൂട്ടിരിക്കുന്നു, എങ്ങനെയെന്നറിയില്ല. എന്നാലും വളരെ മോശമായി പോയിട്ടോ, നിനക്കൊരു മര്യാദ ഉണ്ട്. Good night. എന്താ അയ്യോ കൊല്ലത്തെ ഓടി അവനെ ചവിട്ടുക, എന്തിനു പറ്റാ? താങ്ക് യു. സൂപ്പർ. சார் வெளியே நிற்கிற புல்லட் உங்களுதா சார்? അല്ല, ഫ്രണ്ടിൻ്റെ. சார் உங்களுக்கு புல்லட் சூப்பர் சார். 70 மாடல் புல்லட் என்கிட்ட இருக்குது சார், வேணும்னா சொல்லுங்கள். വേണ്ട, ഞാൻ ഒരു കാർ വാങ്ങാനുള്ള പ്ലാനാ. சார் கார் டேஞ்சர் சார், பைக்கு தான் சேஃபு. നേരെ തിരിച്ചല്ലേ? சார் ஒரு லாரி டக்குன்னு முன்னாடி வந்துச்சுன்னா கார் டமால் வச்சிடும் சார். பைக் அப்படி இல்லை சார், குறுக்கு நடக்க பூந்து எஸ்கேப் ஆயிடலாம் சார். എന്താ കുഴപ്പം? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ലേ? കുഴപ്പമില്ല. ഇല്ല, അതിൽ ഉണ്ട്. ആ, ആ പഴയ ഗ്യാങ്ങായിട്ട് പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അതിൽ ഓർത്തൻ വീട്ടിൽ കയറിയിട്ട് അമ്മേനെ പേടിപ്പിച്ച്. എന്തോ ദീപാവലിന് മുമ്പേ എന്നെ കുത്തുന്നോ എന്നെ കൊള്ളുന്നോ, ഞാൻ അമ്മേൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ അമ്മ പേടിച്ചിട്ട് ഡൽഹിയിലേക്ക് അയക്കുന്നില്ല. പോയാൽ നിനക്ക് ബിസിനസ്സിന് ഗുണമുണ്ട്. പിന്നെ സീസൺ അല്ലേ. എന്നാൽ ട്രിപ്പ് മുടക്കണ്ട. കുക്കറമ്മയോട് ഞാൻ പറഞ്ഞോളാം, പോവാൻ തയ്യാറായിക്കോ. കയറ്. താങ്ക് യു. ഹായ്. ഉറങ്ങുമായിരുന്നു. ആ, ഇതിനകത്തുള്ള സ്റ്റോർ റൂമിൽ ഒരു സാധനം എടുക്കാനുണ്ട്. ഹൗസ് ഓണർ കീ വന്നിട്ടുണ്ട്. ഇതൊന്ന് പിടിക്കോ? ഓ, ഇവിടെ ക്യാരംസ് ഉണ്ടായിരുന്നോ? പിന്നെ ഇതിനൊക്കെ ഞാൻ വന്നത്. ഫ്രോഡിൻ്റെ ആണോ? അല്ല, ശരിക്കും അവളുടെ പേരെന്താ? ബിബീഷ്.
എന്തെങ്കിലും വാലുണ്ടോ? പി ബിബീഷ് പി. ഇതിലും ബെറ്റർ ഫ്രോഡെന്നാ. നികിതനെ വീട്ടിൽ വിളിക്കുന്നത് നിക്കിന്നല്ലേ? അതെ. അതിനൊരു വള്ളി മാറ്റല്ലേ, അത് നക്കിന്നോ. മറി കഴിക്കൂ. ദാ ഇതേ മേജറിന്, ഇത് ജിമ്മിക്ക്. ജിമ്മിയല്ല, പേര് മാറി, പ്രഭാകരൻ എന്നാ. എന്നാ ഇത് പ്രഭാകരന്. അയ്യോ, നീ പോയി, ഞാൻ കൊടുത്തോളാം. എന്നാ കത്തൊന്നുമില്ലല്ലോ. കളിക്കാം. ഓ ആള് പറഞ്ഞു. ഡാ എൻ്റെ സ്ട്രൈക്കർ. സോറി. ഫുഡ് ഇത് പട്ടിക്ക, മാറിപ്പോണ്ട. ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ തിരിച്ച് മാന്തി കാണിച്ചേ. ഇനി മാന്തിയുള്ളൂ. എന്റെ കോഴിയെ ചുട്ടിനെ മേസറെ പട്ടി കൊടുക്കും കേട്ടാ. മറ്റേ കളി ഞാൻ ആകാശവാണി ഇന്ന് ഞാൻ ഒരു സ്ലിപ്പായി മോഹം കണ്ട. എന്റെ ദൈവമേ, ഇങ്ങനെ രണ്ട് നാശങ്ങള്. എടോ തനിക്ക് നാളല്ലേ ബിബീഷ് പി? അതിനാകെ 10-12 വയസ്സല്ലുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ബെറ്റായിട്ട് മേടിക്കാൻ ഞാനാ. 10-12 വയസ്സവന്റെ. താൻ എന്തിനാ ചൊറിയാൻ പോണേ? നീ ഇവിടെ ഇരിക്കേ. ഓക്കെയാണോ? ഓക്കെ ഓക്കെ. ആ ചെക്കൻ്റെ നഖം പുലിനഖം പോലെ ഇരിക്കുന്നത്, വെട്ടി കളയത്തുമില്ല. എങ്ങോട്ടൊക്കെ നീർന്ന് എനിക്ക്. ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തരട്ടെ? கொடுமா. ഇണ്ടാങ്ക. ആഹാ, இந்தா. இவங்க பிரெக்னெண்டா? 5வது மாசம். இந்த வட்டம் கண்டிப்பா பொண்ணுதான் பிறக்கும். പേര് നയൻതാര. ചെക്കന്മാരുടെ പേരൊക്കെ വിജയെന്നോ അജിത്ന്നൊക്കെയാ. നിങ്ങളെ പോലെ തന്നെയാ, ഫുൾ ടൈം അടി. ബിബീഷ് എത്രയിൽ പഠിക്കുമ്പോഴാണ് അനിയനുണ്ടായി? +1. അത് കോമഡി ആയിരിക്കുമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കൂലേ? അമ്മ എൻ്റെ ക്ലാസ് ടീച്ചർ കൂടിയാണ്. അപ്പോൾ ഫുൾ ക്ലാസ് കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് കത്തിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനമ്മയ്ക്ക് എന്തൊക്കെയോ വ്യത്യാസം. എന്നോട് ഭയങ്കര നൈസ്. ഹായ്, ചിക്കനാ ഇന്നെന്താ സ്പെഷ്യല്? സ്പെഷ്യലൊന്നുമില്ല. നീ ഇന്ന് ഞങ്ങളുടെ കൂടെ കിടന്നോ? ലൈറ്റ് ഓഫ് ചെയ്യണില്ലേ? എടാ, അമ്മ പ്രഗ്നന്റ് ആടാ. അതാണ് ആ മുതൽ. അയ്യടാ, ചേട്ടന്റെ അതേ ചായ തന്നെയാണ്. ഇതിനെ കാണാൻ ജാക്കി ചാനെ പോലെ ഉണ്ട്. ഓ പിന്നെ ജാക്കി ചാന് ബിബീഷിനെക്കാളും ക്യൂട്ടാവൻ. അതാ തടിയുടെ. പക്ഷെ അവനൊരു ലക്കി ചാമായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന് LICയിൽ പ്രൊമോഷൻ കിട്ടി. അമ്മയ്ക്കൊരു നടുവേന ഉണ്ടായിരുന്നു. അത് ആഫ്റ്റർ പ്രസവം മാറി. പിന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്തു. +2-ലെത്തി. നൈസ്. +2 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. ബസ് വന്ന് ബൈക്കിലിടിച്ചു. അച്ഛൻ ഹെൽമെറ്റ് വെക്കാറില്ലായിരുന്നു. എൻ്റെ മോഡൽ എക്സാം ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നു. അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞു. ഒന്നിവിടെ വരൂ. അച്ഛന് കുഴപ്പമില്ല, പേടിക്കണ്ട എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു +2കാരൻ്റെ ബുദ്ധി വെച്ച് എനിക്ക് മനസ്സിലായി. അച്ഛൻ മരിച്ചു. എൻ്റെ സ്കൂൾ ബാഗിൽ എപ്പോഴും വീടിനൊരു എക്സ്ട്രാ കീ ഉണ്ടാവായിരുന്നു. കറക്റ്റ് അന്നത്തെ ദിവസം അത് കാണാനില്ല. അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് എന്നെ അപ്പുറത്ത് വീട്ടിക്കൊണ്ടിരുത്തി. അവിടുത്തെ എൻ്റെ ഒരു വൃത്തിയായിട്ട സ്ക്വാഷ് കുടിക്കാൻ തന്നു. ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓക്കാനും വരും. അതിനകത്ത് അച്ഛനായിരിക്കും എന്ന് വിചാരിച്ചെന്താ ഞാൻ ആദ്യം കണ്ടത് അമ്മയുടെ ബോഡിയാണ്. അച്ഛനും അമ്മ അവന് പോളി കൊടുക്കാൻ പോയത്. അപ്പോഴാണ് ബസ് വന്നിരിക്കുന്നത്.
ഈ ഭ്രാന്ത് വരുന്ന എക്സാക്ട് മൊമെന്റ് എനിക്കറിയാം. ആദ്യം ഒരു തണുപ്പ് വരും, ബോഡിയൊക്കെ വരയ്ക്കാൻ തുടങ്ങും, എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചോണ്ട് ഇരിക്കാൻ തോന്നും. അന്ന് എന്തൊക്കെയാ പറഞ്ഞ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബൈക്ക് എടുക്കല്ലേ അമ്മ അതിലെന്തിനാ കയറി പോണേ? നമുക്ക് ഓട്ടോ പിടിക്കാം. അപ്പോഴേക്കും ഒരു താടി വെച്ച ചേട്ടൻ വന്നു, അവനെ കൊണ്ട്. കയ്യിലൊക്കെ എന്തോ പ്ലാസ്റ്ററൊക്കെ ഉണ്ട്. അവനെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. പക്ഷെ കരഞ്ഞ സന്തോഷം കൊണ്ട്. ഒരാളെങ്കിലും ബാക്കി വെച്ചില്ല. എന്നിട്ട് ഞാൻ അവനെ എടുത്ത് അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് പോയി കിടന്നു. അവസാനമായി ഞങ്ങൾ 4 പേര് ഒന്നിച്ചിറങ്ങിയത് അന്നാണ്. ഇപ്പോൾ ലൈഫിൽ എന്ത് ടെൻഷൻ വന്നാലും അവൻ്റെ അടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന ഞാനപ്പോൾ ഉറങ്ങും. അവനാ എൻ്റെ സ്ലീപ്പിംഗ് പിൽ. സ്നേഹത്തിൻ തീരാനീര് ഇളനീര് അതിലേ ഇതിലേ നീ കാട്ടും നിന്റെ കുറുമ്പും കളിയായി കരുതാൻ നിന്റെ ഏട്ടനെ പോലെ നീ ആരാറ് കുട്ടിക്കുറുമ്പാക്കുമ്പുള്ള വമ്പാ അമ്പിളിക്കൊമ്പിൽ ചേച്ചി ചേച്ചിയുടെ ബെഡ്ഷീറ്റ്. ആ മോള് കിടന്നോ? വഴക്കുണ്ടാക്കാനും പിണങ്ങാനും ഒക്കെ ഒരാൾ കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതിനാ മോളെ. എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഇവരും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാവോ മോക്ക്? വല്യമ്മയല്ലേ? അമ്മാമ്മ? അയ്യേ, ഈ വലിയ ചെക്കൻ്റെ അമ്മാമ്മയാണോ ഞാൻ ചെറുപ്പല്ലേ. ഇവരുടെ ഇളയമ്മ ഞാനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലായിരുന്നു. ആ യോഗ ക്ലാസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്. അതിലവൾ ചോദിക്കുമായിരുന്നു, ഇളയ ചെക്കനെ മദ്രാസിൽ അയക്കാൻ വേണ്ടി ഫ്രോഡ് പറയുന്നുണ്ട്, അവനെ നോക്കാൻ പറ്റിയ ഒരാളിനെ കിട്ടുമോന്ന്. മദ്രാസ് എന്ന് കേട്ടപ്പോൾ ഞാനങ്ങ് കൊത്തി. എനിക്കിഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ നേരെ ഇങ്ങ് പോന്നു. അതെനിക്കറിയില്ലായിരുന്നു. നിങ്ങളെ കണ്ട ഒരേ വീട്ടിലത്തെ ആൾക്കാരായിട്ടാണ് തോന്നാം. ഞാൻ ഇതുങ്ങളെ ആദ്യമായിട്ട് കാണുന്നതേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാ. പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ, എനിക്ക് എൻ്റെ സ്വന്തം മക്കളെക്കാളും പേരക്കുട്ടികളെക്കാളും ഇഷ്ടം ഇതുങ്ങളോട് രണ്ടിനോടുമാണ്. ചിലപ്പോൾ എൻ്റെ അവസാനം വരെ ഹാപ്പി ആയിട്ട് കൂടെ ഉണ്ടാവുന്നത് ഇതുങ്ങൾ മാത്രമായിരിക്കും. മോളെ, ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണെങ്കിലും ഒരു പുതിയ ആൾ കയറി വരുന്നത് ചിലപ്പോൾ നല്ലതിനായിരിക്കും. നമ്മൾ മനസ്സൊന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചക്കരേ.
കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവളെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. ഇടയ്ക്ക് അവളെ മിസ് ചെയ്യുമ്പോൾ ഞാൻ കൈ രണ്ടിങ്ങനെ പിടിക്കും. അതിൻ്റെ ഉള്ളിൽ അവളുടെ കൈ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.